ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ പ്രാർത്ഥനയോടെ ഈ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. നമുക്കൊരുമിച്ച് ഇന്നത്തെ ആ ചിന്തയ്ക്ക് വേണ്ടി ഒരുമിച്ച് വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ അല്ല TV-യിലൂടെയോ ഒക്കെ ഈ മീറ്റിംഗ് ആസ്വദിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ കൂടി നിങ്ങളുടെ കയ്യിൽ കരുതുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഗബ്രിയേൽ ദൂതൻ സെഖര്യാവ് എന്ന പുരോഹിതനോട് സംസാരിക്കുന്ന ഒരു വാക്കാണ്. വാക്യം ഇങ്ങനെയാണ്: തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഈ തിരുവെഴുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ച് നൽകേണ്ടതിന്, നമ്മുടെ ഹൃദയത്തെ ഹദാ ഈ വചനം ആകർഷിക്കേണ്ടതിനായി, വളരെ ഫലം നമ്മുടെ ഉള്ളിൽ ഈ വചനത്തിലൂടെ ലഭ്യമാകേണ്ടതിനായി വാചലിപ്പിച്ച അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കൾ 2 മിനിറ്റുകൾ പ്രാർത്ഥിക്കട്ടെ. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കട്ടെ. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ആ വചനത്തിലേക്ക് കൈവെക്കാൻ കഴിയുന്നവർ വചനത്തിലേക്ക് കൈവച്ച്, കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങളുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ, എൻ്റെ കുടുംബത്തോട് ഇടപെടണം, എന്നോട് സംസാരിക്കണം, എൻ്റെ ജീവിത പ്രശ്നങ്ങളോട് സംസാരിക്കണം. അങ്ങയുടെ ശബ്ദം കേട്ട് ധൈര്യപ്പെടാനാ ഞാൻ ഈ സഭായുഗത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങയുടെ ശബ്ദത്താൽ ശക്തീകരിക്കപ്പെടാനാ അവിടുത്തെ മുമ്പാകെ ഞാൻ വന്നിരിക്കുന്നത്. ഭൂമി മാറിയാലും പർവ്വതങ്ങൾ മാറിയാലും വരങ്ങൾ നിന്നുപോയാലും മാറാത്ത വചനത്തിൻ്റെ ശക്തി, നീക്ക് പോക്കുകൾ ഇല്ലാത്ത, നീങ്ങിപ്പോകാത്തതായ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാവിലെ സ്വീകരിക്കാൻ മനസ്സുള്ള ഹൃദയത്തോടെ അപ്പച്ചാ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരികയാണ്. അവൻ തൻ്റെ വചനം അയച്ചവരെ വിടുവിച്ചു എന്ന വചനത്തിൻ്റെ ശക്തി ഈ രാവിലെ ഞങ്ങൾക്ക് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി ക്രിയ ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കണം. അതിനുവേണ്ടി ഞങ്ങളെ പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ആത്മീയ സഹോദരങ്ങളെ ലീഡ് ചെയ്യാനും ദൈവവചന ഗാനങ്ങൾ ആത്മീക ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ആലപിക്കാനും കർത്താവ് ഇതുവരെയും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലോ. ഇവിടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ കരങ്ങളിൽ തരും. ഈ മാധ്യമത്തിലൂടെ ലോകവ്യാപകമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കും. കർത്താവേ, യാതൊരു ഡിസ്റ്റർബൻസുമില്ല ഈ ശുശ്രൂഷയിൽ മുഴുവൻ സമയം പങ്കെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ ജനത്തെ അധികാരപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ ആമേൻ. കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിന്റെ അകത്ത് ധൂപം കാട്ടേണ്ടതിനായി നറുക്ക് വീണതായ പുരോഹിതനായിരിക്കുന്ന സെഖര്യാവ് ആലയത്തിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വെച്ച് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ അദ്ദേഹത്തിന് പ്രത്യക്ഷനാകുകയാണ്. തൻ്റെ ജീവിത വിഷമങ്ങളുടെ നടുവിൽ താൻ നേരിട്ട പ്രയാസങ്ങൾക്കുള്ള മറുപടിയുടെ ദൂതുവാഹിയുമായിട്ടാണ് ഗബ്രിയേൽ ഇറങ്ങി വരുന്നത്. ആത്മീക ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മറ്റുള്ളവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം നേരിടുന്ന വേദനിക്കുന്ന ഒരു വിഷയത്തിന് പരിഹാരം കൽപ്പിക്കേണ്ടതിനാണ് സർവശക്തനായിരിക്കുന്ന ദൈവം അയച്ച ദൂതൻ ഇറങ്ങി വരുന്നത്. ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ആത്മമിത്രങ്ങളോട് പരിശുദ്ധാത്മ നിയോഗിതനായി ഞാൻ ഈ സെന്റൻസ് പറയാം: കർത്താവിനെ ശുശ്രൂഷിക്കുന്ന നീ ദുഃഖിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ദുഃഖകാരണമായി വ്യക്തിപരമായ ജീവിതത്തിൽ അതിനെ മാത്രം ഓർത്ത് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഈ രാവിലെ ലൈനിലുണ്ടെങ്കിൽ
നിനക്ക് വേണ്ടി മറുപടികളുടെ ഒരു ദൂതനെ സർവശക്തൻ അയച്ചിരിക്കും. ആ ദൂതന്റെ ആഗമനം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുടെയും അനുഭവിക്കുന്ന ചില സങ്കടങ്ങളുടെയും കുരുക്കഴിക്കാൻ കാരണമായ ദൂതുമായിട്ടാണ് ദൈവം ദൂതനെ അയക്കുന്നത്. സെഖര്യാവിന്റെ അരികിലേക്ക് വന്ന് ദൈവത്തിന്റെ ദൂതൻ അവനോട് ആദ്യം സംസാരിച്ചത്, സെഖര്യാവേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഇന്ന് ലൈനിൽ വന്ന ചിലരോട് കർത്താവ് പറയാ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചു പോന്നതും ഉപവസിച്ചതും ദൈവം മുമ്പാകെ കൊണ്ടുവന്നതുമായ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെട്ടിരിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അനന്തരമായ വാചകങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ദൂതാണ് അദ്ദേഹത്തിന് കൈമാറുന്നത്. താൻ നേരിട്ട സങ്കടങ്ങൾക്കുള്ള പരിഹാരത്തിന്റെ ദൂത്. തൻ്റെ ഭാര്യ എലിസബത്തിന്റെ ഉദരത്തിൽ ഉണ്ടാകാൻ പോകുന്ന തലമുറ ഉദരത്തിൽ വെച്ച് അഭിഷേകം പ്രാപിക്കുന്ന ദൂത്. ഉദരം വിട്ട് പുറത്തു വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ കണ്ട ശ്രേഷ്ഠനായ പ്രവാചകനായി മാറുന്ന ദൂത്. അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോട് അടുപ്പിക്കുന്ന, മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോട് അടുപ്പിക്കുന്ന ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുന്ന, ഒരു വഴിയൊരുക്കലിന്റെ ശുശ്രൂഷ ചെയ്യുന്ന പുത്രൻ തമ്പുരാനായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷയ്ക്ക് ഒരു വഴി തെളിച്ചിടുന്ന ശ്രേഷ്ഠ ശുശ്രൂഷയുടെ അനന്തരമായ തൻ്റെ ഉദരത്തിലൂടെ പ്രവേശിച്ചു വരുന്ന, അല്ലെങ്കിൽ തൻ്റെ കടിഞ്ഞൂൽ പ്രദേശത്തോട് ഉത്ഭവിക്കാനിരിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള ദൈവിക ദൂതുകളുടെ വെളിപ്പെടുത്തലുകൾ കേട്ടു നിന്നവൻ അമ്പരന്നുപോയി. അതുപോലത്തെ സന്ദേശമാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് കൈമാറുന്നത്. ഓരോ വാചകത്തിലും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നുന്ന അത്ഭുതകരമായ സംഭാഷണങ്ങളാണ് ദൈവ ശബ്ദത്തിന്റെ പ്രത്യേകത. എനിക്കും നിങ്ങൾക്കും ദൈവശബ്ദത്തെ അളക്കാൻ പറ്റത്തില്ല. എനിക്കും നിങ്ങൾക്കും ദൈവ സംഭാഷണങ്ങളെ അളക്കാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ വീട് അത്ഭുതങ്ങളുടെ വീടായി മാറും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സെഖര്യാവ് എന്ന് പറയുന്ന പുരോഹിതൻ ദൈവശബ്ദത്തോട് പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹം കേട്ട ആലോചന മാനുഷികമായി ബുദ്ധിപരമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ അതിനോട് പ്രതികരിക്കേണ്ട സെഖര്യാവ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, പ്രതികരണാർത്ഥം പറഞ്ഞൊരു വാക്ക്, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമാണ്. അതിന്റെ അർത്ഥം ദൈവം പറഞ്ഞ ദൂത് വളരെ ശ്രേഷ്ഠമാണ്, ശക്തമാണ്. പക്ഷെ എൻ്റെ വാർദ്ധക്യം ആ ദൂതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ എന്നെ ഭയങ്കരമായി സമ്മർദ്ദത്തിലാഴ്ത്തു. ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആയിട്ടാണ് അവിശ്വാസത്തിന്റെ വാക്കുപോലെ തോന്നിക്കാവുന്ന രീതിയിൽ ദൈവസന്നിധിയിൽ ദൂതന്റെ മുമ്പാകെ നിന്നുകൊണ്ട് പുരോഹിതനായ സെഖര്യാവ് സംസാരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ വയസ്സ് ചെന്നവനും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവനും. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ സെഖര്യാവോടായിട്ട് ആലോചന പറയുന്ന ഒരു വാക്കാണ് നമ്മൾ വായിച്ചത്. തക്ക സമയത്ത് നിറവേറേണ്ട ദൈവശബ്ദത്തെ നീ അവിശ്വസിച്ചത് കൊണ്ട് ഈ ദൈവശബ്ദം നിറവേറുന്നിടം വരെ നീ മൗനമായിട്ടിരിക്കട്ടെ. എത്ര സൂപ്പറാണ് വാക്യം, എത്ര ശ്രേഷ്ഠമാണ് വാക്യം. തക്ക സമയത്ത് നിവർത്തിയാകേണ്ട ദൈവത്തിന്റെ ശബ്ദത്തെ നീ അവിശ്വസിച്ചതുകൊണ്ട് ആ വചനം നിറവേറുന്നിടം വരെ നീ മൗനമായിട്ട്, നീ മിണ്ടാതെ ഊമനായിട്ടിരുന്നോളാം. അതിൻ്റെ അകത്തെ ആദ്യത്തെ കാര്യം ഞാൻ പറയാം. സെഖര്യാവ്, നീ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നതുകൊണ്ട് എന്റെ ശബ്ദം നിവർത്തിക്കാതെ പോകത്തില്ല. ഇന്ന് രാവിലെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന എന്റെ ആത്മിക സുഹൃത്തുക്കളോട് പരിശുദ്ധാത്മ നിയോഗിതനായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം നിങ്ങളുടെ വീടിനകത്തുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം
അത് സംഭവിക്കാൻ പോകുന്നെന്ന് ദൈവം പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ബുദ്ധിയും മനസ്സും ഒരുപോലെ ദൈവത്തിന് വിരോധമായി സംസാരിച്ചാലും ദൈവം പറഞ്ഞ കാര്യത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ ദൈവം അത് നിവർത്തിച്ചിരിക്കോ. കാര്യം അവൻ സർവശക്തിയുള്ള ദൈവമത്രേ. ഞാൻ ആ വചനം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ദൈവം തന്റെ ആലോചന നിവർത്തിക്കുന്ന കാര്യത്തിൽ ജാഗരിക്കുന്നു. ദൈവാലോചന ഒരു കുടുംബത്തിനകത്തോ ഒരു വ്യക്തിയുടെ അകത്തോ ദൈവത്തിന് നിവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കേൾവിക്കാരനായ അല്ലെങ്കിൽ ആ അത്ഭുതം നടക്കേണ്ട പ്ലാറ്റ്ഫോമിലുള്ളവന് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലോ ദൈവം പറഞ്ഞ ശബ്ദം ദൈവം ഒരിക്കലും പിൻവലിക്കത്തില്ല. ഇന്ന് രാവിലെ ലൈനിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന എന്റെ ആത്മിക സുഹൃത്തെ, ചില പ്രവചന ദൂത് സമയത്തിന് നടക്കാത്തത് നിമിത്തം പിറുപിറുക്കുന്ന ചില ദൈവശബ്ദങ്ങൾ ക്ലിപ്തമായ പ്ലാറ്റ്ഫോമുകളിൽ വെളിപ്പെടാത്തത് നിമിത്തം മറ്റു പലരുടെ നേരെ പഴിചാരി കുറ്റം പറയുന്ന സങ്കടങ്ങളുടെ അകത്തിരുന്നു കൊണ്ട് ദൈവം എന്നെ മറന്നോ എന്ന് ചോദിക്കുന്ന എന്റെ വാത്സല്യ സുഹൃത്തെ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് ശക്തമായൊരു സന്ദേശം കൈമാറാനുണ്ട്. ദൈവം നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. നീ എത്ര പിറുപിറുത്താലും ദൈവം പറഞ്ഞ വാക്ക് നിന്റെ വീടിനകത്ത് പൂർണ്ണമായി നിറവേറിയിരിക്കോ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശ്വാസത്തിന്റെ തോത് എല്ലാ മനുഷ്യരിലും ഒരുപോലെയല്ല. ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസന്റെ വിശ്വാസമായിരിക്കത്തില്ല ഒരു വിശ്വാസി, ഒരു സാധാരണ വിശ്വാസിയുടെ അകത്ത് വ്യാപരിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ വിശ്വാസമായിരിക്കത്തില്ല പ്രായമുള്ളൊരു മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ തോത്. വേദപുസ്തക ദ്വാര ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ദൈവം തെരഞ്ഞെടുത്തവരെല്ലാം വിശ്വാസത്തിൽ സമ്പന്നരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആത്മീക ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തില് ആലയത്തിന്റെ അകത്ത് കയറി ശുശ്രൂഷിക്കാൻ നിയോഗവും അവസരവും ചീട്ടും വീണതായ ഒരു ദൈവമനുഷ്യനായിരിക്കുന്ന സെഖര്യാവ് ഒരിക്കലും പറയരുതാത്തൊരു വാക്കാണ് അവിടെ ഉച്ചരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ അത്ര ഹൈ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ആലയത്തിനകത്ത് നേരിട്ട് അനുഭവിക്കുന്ന, സ്വർഗത്തിൽ വിന്യസിക്കുന്ന ദൂതന്മാരെ നേരിട്ട് കാണുന്ന, അവരുടെ ശബ്ദം നേരിട്ട് കേൾക്കുന്ന സെഖര്യാവ് ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് പറയരുതായിരുന്നു. എന്നാൽ അത്രേ ആത്മീക പശ്ചാത്തലത്തിന്റെ അകത്ത് നിന്നിട്ടും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ ബുദ്ധി കൊണ്ട് അതിനെ അവിശ്വസിച്ച ഒരു ഭാഗമാണ് 20-ാമത്തെ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യമാക്കുന്നത്. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴം ദൈവത്തിന് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്തുമാത്രം വിശ്വസിക്കുന്നു ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഞാനും നിങ്ങളും ആത്മീക ജീവിതത്തിൽ എതുവരെ എത്തിയിട്ടുണ്ടെന്ന് ലോകത്തിൽ ആർക്കും അറിയത്തില്ല. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണം സ്കാൻ ചെയ്യുന്ന ദൈവത്തിന്റെ കണ്ണിന് നന്നായിട്ട് അറിയാം. ദൈവശബ്ദത്തെ നിനക്ക് എത്രത്തോളം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയുമെന്ന് നന്നായിട്ടറിയാവുന്ന കർത്താവ് തന്നെയാ നമ്മോട് ആലോചന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, സങ്കോചത്തോടെ ഇരിക്കാതെ സന്തോഷത്തോടെ രാവിലെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനോടൊരു സന്ദേശം പിന്നെയും പറയാൻ നിർബന്ധിക്കുകയാണ്. നീ കേട്ട ഒരു ദൈവശബ്ദം പോലും വെറുതെയായി പോകത്തില്ല. നീ കേട്ട ഒരു ദൈവാലോചന പോലും ചെതലരിച്ചു പോകത്തില്ല. നീ കേട്ട ഒരു പ്രവചനം പോലും നിവർത്തിയാകാതെ പോകത്തില്ല. നീ ആയുസ്സോടെ ഇരുന്ന് നീ അത് അനുഭവിക്കോ.
നിന്റെ തലമുറകളുടെ നടുവിൽ നീ തല ഉയർത്തി പറയും, നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് വിളിച്ചു പറയത്തക്ക നിലയിൽ ഈ ദൈവം പറഞ്ഞ പ്രവചന ദൂതുകൾ, ഈ ദൈവം പറഞ്ഞ ദൈവ ശബ്ദങ്ങൾ, ഈ ദൈവം പറഞ്ഞ ആലോചനകൾ നമ്മുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് ദൈവം നിറവേറ്റാൻ പോകുകയോ. എന്നോട് കർത്താവ് ശക്തമായി പറയും, മോനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിവർത്തിക്കാൻ പറ്റുന്ന കാര്യമേ ഞാൻ പറയത്തുള്ളൂ. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ ഒരു സന്ദേശം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചൊരുങ്ങി വന്നത്. നിങ്ങളോട് അത് പറയാൻ വേണ്ടി കർത്താവ് എന്നെ നിർബന്ധിച്ചാക്കി നിർത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു ദൈവനിയോഗത്തിന്റെ ഒരു സെന്റൻസ് എന്റെ അതിരത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. ദൈവത്തെ സേവിക്കാൻ വരുന്നവൻ വേറെ ഒന്നിനെ വിശ്വസിച്ചില്ലേലും സേവിക്കുന്ന ദൈവത്തെ വിശ്വസിക്കണം. നടത്തിപ്പുകാരുടെ വാക്കുകൾ അനുസരിച്ചില്ലേലും, കൂട്ടു സഹോദരങ്ങളുടെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിലും, നടത്തിപ്പുകാരുടെ വാക്കുകൾ പൂർണ്ണമായിട്ട് അനുസരിച്ചിരിക്കണം. എന്നാൽ നടത്തിപ്പുകാരുടെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിലും, തെറ്റിദ്ധരിക്കരുതേ, ആത്മമിത്രങ്ങളുടെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിലും, ആരും വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും സേവിക്കുന്ന ദൈവത്തെ വിശ്വസിച്ചിരിക്കണം. ലോകത്തിൽ കാണുന്നതെല്ലാം മിഥ്യയാണെന്ന് നിങ്ങൾ പറഞ്ഞു, അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു, അത് അസത്യമാണെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ ദൈവ വിഷയം വരുമ്പോൾ നിന്റെ അകത്ത് ചൂട് പിടിക്കണം. എല്ലാം അസത്യമാണ്, എല്ലാം മിഥ്യയാണ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ എന്റെ ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യം പോലും നടക്കാതെ പോകത്തില്ല. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവം വല്ലാതെ ആഗ്രഹിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഈ ദൂതിന് വളരെ പ്രസക്തമായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി എംഫസൈസ് ചെയ്ത് ആ ഭാഗത്തെ തൊടുന്നത്. സാഹചര്യങ്ങളെ നോക്കി ഒരിക്കലും ദൈവത്തിന്റെ വലിപ്പത്തെ വില കുറയ്ക്കരുത്. സാധ്യതകളെ നോക്കിയിട്ട് ദൈവത്തെ ചെറുതായി കാണരുത്. നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ ചില വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യരുത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വിലക്കുകയാ, അവന് സകലതും ചെയ്യാൻ കഴിയോ. Let there be light എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഇരുട്ടോടിപ്പോയെങ്കിൽ ഇന്ന് രാവിലെ അവന്റെ ശബ്ദം നിന്റെ വീടിനകത്ത് ഏതൊക്കെയോ പ്രയാസങ്ങളെ മാറ്റിയിട്ട് അത്ഭുതകരമായ ഒരു കൈമാറ്റത്തെ കൊണ്ടുവരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. അഭിഷേകത്താൽ ജയം വ്യാപരിക്കട്ടെ. ആത്മാവിൽ ജയം വ്യാപരിക്കട്ടെ. കരം തട്ടി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ, അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ, ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, ഈ ദൈവം അതിശയങ്ങളുടെ ദൈവം, ഈ ദൈവം വീര്യപ്രവൃത്തികളുടെ ദൈവം, ഈ ദൈവം മഹത്വത്തിന്റെ ദൈവം, ഈ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവർ, അവൻ ഈ കാണുന്ന പ്രപഞ്ചത്തിന് ഡിസൈൻ ചെയ്തവർ, അവൻ ഈ കാണുന്ന സൃഷ്ടികളെ വിളിച്ചു വരുത്തിയവർ, അവൻ സകലതോ ചെയ്യാൻ ശക്തനെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഈ രാവിലെ അവന് ആരാധന കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രേരിപ്പിച്ചതുകൊണ്ടാണ് ആ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ വളരെയധികം ഉത്സാഹത്തോടെ നിങ്ങളോട് സംസാരിപ്പാനിടയായി. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. നിങ്ങൾ ആരുടെ പുസ്തകം വേണമെങ്കിലും വായിച്ചു, ഏത് എൻസൈക്ലോപീഡിയോ കമൻട്രീസോ, ഏത് റെഫറൻസ് ലഭിക്കുന്ന ബൈബിൾസുകളോ, ഏത് അനുഭവങ്ങൾ വേണമെങ്കിലും നിങ്ങൾ വായിച്ചു. വലിയ ഇന്റർപ്രിട്ടേഷൻ നടത്തിയിരിക്കുന്ന വ്യാഖ്യാതാക്കളുടെ പുസ്തകങ്ങൾ, ബുദ്ധിജീവികളുടെ, ബുദ്ധി രാക്ഷസന്മാരുടെ പുസ്തകം വായിച്ചു. പക്ഷേ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്തുകൾക്ക് വള്ളിക്കും പുള്ളിക്കും മാറ്റം വരത്തില്ലെന്ന് പ്രവചിച്ച കർത്താവിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അറിവ് തലേ കയറ്റി വെച്ച്
ദൈവത്തെ ചെറുതായി കാണുന്ന ചിലർ ഈ ലൈനിലുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, അറിവുകളെ പൊട്ടിക്കുക, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. ആമേൻ. എന്നോട് ആ സെന്റൻസ് ഒന്നുകൂടി പറയുന്നു. ഏതോ വൈദ്യശാസ്ത്രം തന്ന ചില അറിവുകൾ, ഏതോ ബിസിനസ്സുകാർ തന്ന ചില അറിവുകൾ, ഏതോ സഹപ്രവർത്തകർ തന്ന ചില അറിവുകൾ, ആരൊക്കെയോ തന്ന അറിവുകൾ തലയെ ചുമന്നിട്ട് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ ഇന്ന് രാവിലെ മാനസാന്തരപ്പെടാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അറിവുകൾ പൊട്ടട്ടെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി സാധ്യമാകട്ടെ. ഇവിടെ പറയുകയാണ്, തക്ക സമയത്ത് നിവർത്തിയാകേണ്ട ദൈവത്തിന്റെ ശബ്ദത്തെ, അഥവാ ദൈവത്തിന്റെ വാക്കിനെ. തക്ക സമയത്ത് നിവർത്തിയാകുന്ന ദൈവത്തിന്റെ ശബ്ദം. ദൈവത്തിന് എല്ലാ പ്രവൃത്തിക്കും ഒരു സമയമുണ്ട്. ആ സമയത്തെ തക്ക സമയമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ തക്ക സമയം എന്ന വാക്ക് പുതുനിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്നാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പലപ്പോഴും എഴുതാൻ വിശുദ്ധന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഭാഗം വരുമ്പോൾ അവിടെ ആ സമയത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തക്ക എന്ന് പറയുന്ന ഒരു പ്രയോഗം ചേർക്കും. അതായത് ദൈവത്തിന്റെ സമയം ഒരിക്കലും പുറകോട്ട് പോകത്തില്ല, ഒരിക്കലും മുമ്പോട്ടും പോകത്തില്ല, ഒരിക്കലും ലേറ്റ് ആകത്തില്ല, ഒരിക്കലും അത് ഫാസ്റ്റ് ആകത്തില്ല, ഓടിപ്പോകത്തില്ല. ദൈവത്തിന്റെ സമയവും പ്രവൃത്തിയും ദ റൈറ്റ് ടൈമിലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ മുഖവുര സമയം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക സമയമാണിത്. ദൈവപ്രവൃത്തിയുടെ ശ്രേഷ്ഠമായ സമയത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന്, നിങ്ങൾ വളരെ അധികം പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെടുന്ന സമയത്തിലേക്കാണ് ദൈവസഭ അഥവാ ദൈവമക്കൾ കയറിയിരിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തെ ദൈവം ഈ മെസ്സേജിലൂടെ വിശ്വസിക്കുന്ന ചിലർക്ക് തുറന്നു തരികയാ. വിശ്വസിക്കുന്നവർ ആദരം ചലിപ്പിച്ച് നന്നായി കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ സമയത്തിലേക്ക് കയറിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു തന്റെ ആത്മിക ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് യെരിഹോവിലൂടെ യാത്ര ചെയ്യുമ്പോൾ, യെരുശലേമിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ബേത്വേഗ, ബെഥാനിയ, ഗലീലയിലെ വ്യത്യസ്ത പ്രവശ്യകൾ, ഇതുവഴിയൊക്കെ കർത്താവ് യാത്ര ചെയ്യുമ്പോൾ ധാരാളം രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾ യേശുവിന്റെ കൈവെപ്പിൽ, യേശുവിന്റെ ശബ്ദത്തിൽ, യേശുവിന്റെ പ്രാർത്ഥനകളിൽ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ആ ചരിത്രം മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് തിരുവെഴുത്തുകളിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യമാക്കി തരുന്നത്. നമ്മുടെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ തെരുവിൽ ഇരിക്കുന്ന ഭിക്ഷാടനത്തിന് വേണ്ടി ലൈസൻസ് പോലത്തെ പുതപ്പ് കയ്യിലുള്ള, അതായത് ആ കാലഘട്ടത്തിൽ ഭിക്ഷാടനം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു പുതപ്പ് ആവശ്യമാണ്. റോമൻ ഗവൺമെന്റ് ഈ ഭിക്ഷക്കാരെ ലൈസൻസ് ഉള്ള ഭിക്ഷക്കാരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒരു പുതപ്പ് ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ പുതപ്പുള്ളവർക്ക് മാത്രമേ യെരുശലേമിന്റെ തെരുവിലിരുന്ന് ഭിക്ഷയാചിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഈ പുതപ്പുമായി, അതായത് ലൈസൻസ് വെച്ചുകൊണ്ട് ഭിക്ഷാടനം നടത്തുന്ന ഒരു സഹോദരൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അയാൾക്ക് കണ്ണേ കാണത്തില്ലാതെ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തിന്റെ കാത് കേൾക്കാം. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനുള്ള കഴിവുമുണ്ട്. അദ്ദേഹം കൂർപ്പിച്ചിരിക്കുക കാത്. എന്തോ തന്റെ ഹൃദയത്തിനകത്തൊരു ഭയങ്കരമായ ആഗ്രഹം, യേശു എന്നെ സൗഖ്യമാക്കുമെന്നുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്നു. ഇന്ന് രാവിലെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു:
വേറെ ആർക്കുമില്ലാത്ത ചില ആഗ്രഹങ്ങൾ. എന്തോ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു, എന്തോ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നു, എന്തോ എൻ്റെ വീടിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതികളുടെ ചുരുളുകൾ അഴിയാൻ പോകുന്നു എന്നൊരു ചിന്ത നിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇട്ടു തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ വൃഥാവായി കാണരുത്. കാര്യം അതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ്, അതൊരു വലിയ ദൈവ നിയോഗത്തിന്റെ തുടക്കമാണ്, അതൊരു വലിയ ദൈവമഹത്വത്തിന്റെ തുടക്കമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു അടയാളം ഉണ്ടാവും. ബൈബിൾ നൽകുന്ന ഒരു പ്രയോഗമാണ് യേശുവിന്റെ മടങ്ങിവരവിനോട് ബന്ധപ്പെട്ട് ഈറ്റുനോവ് ആരംഭിക്കുമ്പോൾ പുത്രന്റെ വരവടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ, അവൾക്ക് ഈറ്റുനോവ് ഉണ്ടാകുമ്പോൾ അവിടെ ഉള്ളിൽ സംജാതമായ തലമുറ പുറത്തു വരാൻ സമയമായി എന്നത് ഈറ്റുനോവ് ഒരു അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യനോട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആർക്കും തൊട്ടടുത്തിരിക്കുന്ന യാതൊരു ഭിക്ഷക്കാർക്കും അങ്ങനത്തെ ഒരു ആഗ്രഹം ഉള്ളിൽ ഉരുവാകുന്നില്ല. അവരെല്ലാവരും ആൾക്കൂട്ടത്തെ നോക്കിയിരിക്കുന്നു, അവരെല്ലാം ആരവങ്ങൾക്കായി കാത്തിരിക്കുന്നു, അവരെല്ലാം കയ്യിലേക്കോ അല്ലെങ്കിൽ വിരിച്ചിട്ടിരിക്കുന്ന വിരിയിലേക്കോ അവർ ഒരുക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കോ പണം വീഴുന്ന ശബ്ദത്തിന് കാത്തിരിക്കുമ്പോൾ ഇത് ആ കൂട്ടത്തിനകത്തൊരാൾ എന്റെ വിടുതലിന്റെ സമയമായി, എന്തോ എന്റെ വിടുതലിന്റെ സമയമായി, എന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായി എന്ന് പറഞ്ഞ് കാതു കൂർപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുകയാ. ഈ സഭായോഗത്തിന് കയറുന്നതിന് മുമ്പ് കഴിഞ്ഞ ചില ദിവസങ്ങളായി എന്റെ വിടുതലിന്റെ സമയമായി, എന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ സമയമായി, എന്റെ കുടുംബത്തിനകത്ത് ദൈവം തന്റെ കരം ചലിപ്പിക്കുന്ന സമയമായെന്ന് ഒരു ആത്മനിയോഗം കിട്ടിയ ചിലർ ഈ ഞായറാഴ്ച ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ കർത്താവ് ഉറപ്പിച്ചു പറയുന്നു, നിനക്ക് നിയോഗം തന്നതിന്റെ വിടുതൽ, അതിന്റെ സമയം ഈ രാവിലെ ഇതാ നിന്റെ കുടുംബത്തിൽ ആരംഭിക്കുന്നു. വിശ്വസിക്കുന്നവർ നന്നായിട്ട് കർത്താവിന് മഹത്വം കൊടുക്കണം. വിശ്വസിക്കുന്നവർ ശക്തമായി കർത്താവിന് മഹത്വം കൊടുക്കണം. ആമേൻ. അവന്റെ ഉള്ളു പറകയാ നിന്റെ വിടുതലിന്റെ സമയമായി. വലിയൊരു ആരവം അവന് കേൾക്കാം. ആരവം കേട്ടപ്പോഴേ അവൻ അടുത്തിരുന്നവരോട് ചോദിച്ചു, എന്താണ് ഈ ആരവം, എന്താണ് ഈ ബഹളം? അവൻ ഒരുത്തൻ പറഞ്ഞു, നസ്രായനായ യേശു എന്ന് പറയുന്ന ഒരു പുരുഷൻ നടന്നു വരുന്നുണ്ട്. അത് ലാഘവത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ അവർ സംസാരിച്ചത്. നസ്രായനായ യേശു എന്ന് പറയുന്ന ഒരു പുരുഷൻ വരുന്നുണ്ട്. അത് കേട്ടവർക്ക് അല്ലെങ്കിൽ അത് പറയുന്നവർക്ക് അത് ലാഘവമായൊരു വാക്കാ. പക്ഷെ യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ ബർത്തിമായിയുടെ ഹൃദയത്തിൽ കയറിയത് യേശു വരുന്നെന്നല്ല, ദാവീദിന്റെ പുത്രൻ വരുന്നെന്നാ. ഞാൻ ഒന്നുകൂടി പറയാം. പറഞ്ഞു കൊടുത്തവൻ നസ്രായനായ യേശു വരുന്നെന്നാ പറയുന്നതെങ്കിൽ കണ്ണടഞ്ഞ സാധാരണ ലോകത്തിന്റെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത ആ ചെറുപ്പക്കാരന്റെ വിശ്വാസത്തിന്റെ വർധനവിന്റെ ഒരു ഭാഗമാണ് അവന്റെ ഉള്ളിൽ കയറിയ ഒരു വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. അവനത് തിരിഞ്ഞത് നസ്രായനായ യേശു അല്ല, ദാവീദിന്റെ പുത്രനായ യേശു അത്രേ വരുന്നത്. എന്താ പ്രയോഗത്തിന്റെ ഇത്ര അർത്ഥവ്യാപ്തി ഉണ്ടാകുന്നത്? ദാവീദ് രാജാവാണ്. ദാവീദിന്റെ പുത്രനായി രംഗപ്രവേശം ചെയ്യുന്നത് യഹൂദ ഗോത്രത്തിന്റെ രാജാവായ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ നസ്രായനായ യേശുവാണ്. എന്ന് വെച്ചാൽ ചിലർക്ക് യേശുവിനെ തച്ചന്റെ കൊച്ചനായിട്ടും മറിയയുടെ മകനായിട്ടും യേശുവിനെ യൂദായുടെ യോസയുടെ സഹോദരനായിട്ടും
നോക്കുക, ആശാരിപ്പണി ചെയ്യുന്ന ചെറുക്കനായിട്ടും ചിലർക്ക് യേശുവിനെ അറിയാവോ? കണ്ണുകാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ അങ്ങനെയല്ല യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയത്. അവൻ കേട്ടതല്ല അവൻ അപ്ലൈ ചെയ്യുന്നത്. അവന്റെ അകത്ത് കയറിയ വെളിപ്പാട്, ഇവൻ ദാവീദ് പുത്രനാണ്. ഞാൻ ഇങ്ങനെ ഒന്നുകൂടി പറയുന്നു, ഒരുമിച്ച് നടക്കുന്ന 12 ശിഷ്യന്മാരുടെ അകത്ത് കയറാത്ത, അവർക്ക് വെളിപ്പെടാത്ത, അവർക്ക് മറഞ്ഞു കിടന്ന ഒരു കാര്യമാണ് അവിടെ ബർത്തിമായി വിളിച്ചു പറയുന്നത്. യേശുവിനോടൊപ്പം നടക്കുന്ന പത്രോസ് ഉൾപ്പെടെയുള്ള 12 എണ്ണത്തിന് പിടുത്തം കിട്ടാത്ത ഒരു കാര്യമാണ് കണ്ണുകാഴ്ചയില്ലാത്ത ആ മനുഷ്യൻ വിളിച്ചു പറയുകയാ, അവൻ ദാവീദിന്റെ പുത്രനാ. ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ രാജകുമാരൻ അഥവാ അടുത്ത രാജാവ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. എല്ലാ ഭക്തിയുമായി നീ രാജാവിന്റെ പുത്രൻ എന്നൊക്കെ വിളിക്കാൻ കാര്യം എന്നാ? രഞ്ജിത് പാസ്റ്ററേ, രാജാവിന് ഒരു പ്രത്യേകതയുണ്ട്. നല്ല രാജാവാണെങ്കിൽ പ്രജകളുടെ ക്ഷേമം അദ്ദേഹം തിരിച്ചറിയും. നല്ല രാജാവ് ഒരിക്കലും പ്രജകളെ കൈവിടത്തില്ല. നീതിയുള്ള രാജാവ് അവൻ പ്രജകളുടെ വിഷയത്തിൽ ഇടപെടും. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. നീതിയുള്ളൊരു രാജാവ് രംഗപ്രവേശം ചെയ്യും. അനീതിയുള്ള രാജാക്കന്മാരുടെ നടുവിൽ നീതി നടത്തുന്ന രാജാവായിട്ടാണ് യേശുവിനെ പുസ്തകം പഠിപ്പിക്കുന്നതെങ്കിൽ, നീതിയുള്ള രാജാവ് ഒരിക്കലും പ്രജകളെ അവഗണിക്കത്തില്ല. നീതിയുള്ള രാജാവ് ഒരിക്കലും അപേക്ഷയുമായി വരുന്ന പ്രജകളുടെ ആവശ്യം നടത്താതിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഉറപ്പിച്ചു, ഇവൻ ദാവീദിന്റെ പുത്രനാണെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കും, എന്റെ കരച്ചിൽ കേൾക്കും, എനിക്ക് വേണ്ടി നിൽക്കും, എന്റെ കണ്ണ് തുറക്കും, എന്റെ വിഷയത്തിന് വിടുതലുണ്ടാകും. രണ്ട് കണ്ണുണ്ടായിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ആയിരങ്ങളുടെ നടുവിൽ ബർത്തിയുമായി ഒരു വെല്ലുവിളി. അതേ മക്കളെ, സാധ്യതകളല്ല വിശ്വസിക്കാൻ. ബർത്തിയുമായി നമ്മോട് പറയും, കണ്ണില്ലാത്ത എനിക്ക് സാധ്യതകളെ നോക്കിയാൽ സൗഖ്യം നടക്കത്തില്ല. കണ്ണില്ലാത്ത എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ സൗഖ്യം നടക്കത്തില്ല. എന്റെ അകത്ത് കയറിയ വിശ്വാസം എന്റെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുക. കർത്താവ് ഇന്ന് ചിലരോട് പറയുന്നു, ആര് സപ്പോർട്ട് ചെയ്യാനില്ലേ, നീ വിശ്വസിച്ചോ, അത്ഭുതം നടക്കാൻ പോവുക. നിങ്ങളുടെ വിശ്വാസത്തിനകത്തൊരു ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. ഒന്ന് അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. നോർമൽ ഡെലിവറൻസ് അല്ല, സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് നടക്കാൻ പോവുക. അവന്റെ ഉള്ളം പറകയാ, അവനെ നിലവിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവന്റെ ഉള്ളം പറകയാ, ഇല്ല അടുത്തിട്ടില്ല, കാത് കൂർപ്പിക്കുകയാ. ആരവം അടുക്കാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയാ. ആരവം അടുത്തേക്ക് വന്നു, കാൽപെരുമാറ്റം അടുത്തോട്ട് വന്നപ്പോൾ അവന്റെ അന്തരാത്മാവ് പറയുന്നു വിളിക്കുക. അവന്റെ അന്തരാത്മാവ് പറയുന്നു വിളിക്കുക. അവന്റെ അന്തരാത്മാവിൽ നിന്ന് വന്ന ശബ്ദം അവന്റെ അധരത്തിലൂടെ പുറത്തു വന്നു, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. ആ നിലവിളി റൈറ്റ് ടൈമാ, തക്ക സമയത്താ നിലവിളി. അവൻ കരഞ്ഞപ്പം നിലവിളിച്ചപ്പം ചിലർ മിണ്ടിപ്പോകലെന്ന് പറഞ്ഞ് അമർച്ച ചെയ്തു. വിടുതലിന്റെ സമയമായാൽ ആരൊക്കെ അമർച്ച ചെയ്താലും വിടുതൽ അനുഭവിക്കേണ്ടവൻ ഒച്ച വെക്കും. വിടുതലിന്റെ സമയമായാൽ ആരൊക്കെ വിലക്കിയാലും വിടുതൽ അനുഭവിക്കുന്നവൻ ആരാധിക്കാൻ തുടങ്ങും. കാര്യം അവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തിലാ ആ ശബ്ദവും ആരാധനയും വരുന്നത്. അവൻ വിളിച്ചു പറയാൻ തുടങ്ങി, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവിടെ എഴുതിയേക്കുന്നത് യേശു കേൾക്കാതെ പോയെന്നല്ല, യേശു മൈൻഡ് ചെയ്യാതെ പോയെന്നല്ല, യേശു നിന്നു എന്നവിടെ എഴുതിയിരിക്കുക. ആ നിലവിളിയുടെ ശബ്ദത്തിൽ യേശു നിൽക്കും എന്ന് ബർത്തിമായി നിനക്ക് ഉറപ്പുണ്ടോ? ബർത്തിമായോട് ചോദിച്ച ബർത്തിമായി പറയും, രഞ്ജിത് പാസ്റ്ററെ, ഈ നിലവിളിയുടെ മുമ്പിൽ
യേശു നിന്നിരിക്കും. കാര്യം ഈ നിലവിളി ഞാൻ ഉണ്ടാക്കിയതല്ല. ഈ നിലവിളി എന്റെ ജഡത്തിൽ നിന്ന് പൊങ്ങുന്നതല്ല. ഈ നിലവിളി ആത്മപ്രേരിതമായൊരു നിലവിളിയാണ്. എന്ന് വെച്ചാൽ യേശുവിനെ എന്റെ അരികിൽ കൂടി കൊണ്ടുവരുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ആത്മാവെന്റെ ഉള്ളിൽ കൊണ്ടുവന്ന ചിന്തയ്ക്കകത്ത് നിന്ന് ഈ നിലവിളി പുറത്തു വരുന്നത്. പറയുന്നത് മനസ്സിലാകുന്നവർ നന്നായി കർത്താവിന് മഹത്വം കൊടുക്കും. ഈ നിലവിളി ലാപ്സാകത്തില്ല. ഈ നിലവിളി വെറുതെ പോകത്തില്ല. യേശു നിൽക്കുന്ന 100-ൽ 110% ഉറപ്പാണ്. രണ്ടാമത്, യേശു എന്നെ വിളിക്കുന്ന 100% ഉറപ്പാണ്. മൂന്നാമത്തെ കാര്യവും അവൻ അഡ്രസ് ചെയ്തു. എന്തുവാ മൂന്നാമത്തെ കാര്യം? നിനക്കെന്ത് വേണം, എന്ത് ചെയ്തു തരണം എന്ന് എന്നോട് ചോദിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടാ നിലവിളിക്കുന്നത്. എന്റെ ദേവദാസന്മാരെ, ഞാൻ ഒരു വചനം പറയാം, ഒരു വാക്ക് പറയാം. ഈ നിലവിളിക്കുന്നവന് 100% ഉറപ്പാ. നിലവിളി കേട്ടാൽ തിരിച്ചെന്നോട് അവൻ സംസാരിക്കുന്നു. വളരെ പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കുക. ഈ നിലവിളിക്കുന്നവൻ ഉറപ്പാ. എന്റെ നിലവിളി അവന്റെ കാതിൽ ചെന്നാൽ അവൻ എന്നോട് തിരിച്ചു പ്രതികരിക്കും എന്നത് അവൻ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. യേശു വാ തുറന്നാൽ, അടുത്ത സെന്റൻസ് സ്വീകരിക്കാൻ പറ്റുന്നവർ റൂമിനകത്തുണ്ടെങ്കിൽ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ച് നന്നായി സ്വീകരിച്ചോണം. യേശു വാ തുറന്നാൽ അടഞ്ഞതെല്ലാം തുറക്കുമെന്ന് അവന് 100% ഉറപ്പാണ്. കണ്ടോ? പിക്ചറൈസ് ചെയ്തു എന്ന അനുഭവം കണ്ടോ? നിലവിളിക്കുന്നു, യേശു വാ തുറക്കുന്നു. യേശു സംസാരിച്ചാൽ അടഞ്ഞതെല്ലാം തുറന്നു വരും. ഇന്ന് രാവിലെ ചിലരോട് കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി അവന്റെ ശബ്ദം പുറപ്പെടുന്നു. നിനക്ക് വേണ്ടി അവന്റെ ശബ്ദം പുറപ്പെടുന്നു. നിനക്ക് വേണ്ടി അവന്റെ ശബ്ദം പുറപ്പെടുന്നു. നീ ദൈവത്തിന്റെ സമയത്തിലേക്ക് കയറിയിരിക്കുന്നു. ഏതൊക്കെയോ അടഞ്ഞ മേഖല യേശുവിന്റെ ശബ്ദത്താൽ ഈ രാവിലെ തുറക്കപ്പെടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ചില കുടുംബത്തിനകത്ത് രഞ്ജിത്തിന്റെ ശബ്ദം മാറുന്നു, ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങി വരുന്നു. ചില വീടിനകത്ത് പാസ്റ്റർമാരുടെ ശബ്ദം മാറുന്നു, യേശുവിന്റെ ശബ്ദം ഇറങ്ങി വരുന്നു. യേശുവിന്റെ ശബ്ദം അടഞ്ഞത് ചിലത് തുറക്കാൻ പോകുകയാ. ചിലരോട് കർത്താവ് പറയുന്നു, വർഷങ്ങളായി അടഞ്ഞു കിടന്നത്, നിനക്ക് മാനസിക പ്രയാസം ഉണ്ടാകത്തക്ക രീതിയിൽ അടഞ്ഞുപോയ ചിലത് ഇന്ന് രാവിലെ യേശുവിന്റെ ശബ്ദത്താൽ അത് തുറക്കപ്പെടുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ശക്തിയോടെ യേശു സംസാരിച്ചാൽ, യേശുവിന്റെ ശബ്ദം പുറത്തു വന്നാൽ എന്റെ കണ്ണു തുറക്കും. ആമേൻ. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ഭക്തന്റെ ശബ്ദത്തിന് അവന്റെ പ്രയാസങ്ങളെ തുറക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ അവന്റെ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പറ്റുമെന്ന് വേദപുസ്തകത്തിൽ ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം പറയാനില്ല. വിശ്വസിക്കുന്ന ഒരുത്തന്റെ ശബ്ദം സ്വർഗത്തിൽ അംഗീകരിച്ചാൽ, വിശ്വസിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചാൽ ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ലാത്തത് തുറന്നു വന്നിരിക്കും. ആമേൻ പറയാൻ പറ്റുമോ? The right time, ദൈവത്തിന്റെ തക്ക സമയം. ബർത്തിമായിയുടെ കണ്ണു തുറന്നു. ബർത്തിമായി യേശുവിനെ കണ്ടു. ബർത്തിമായി നസ്രേനായി യേശുവാ വരുന്നേന്ന് പറഞ്ഞവൻ നാളെ അവിടെ തന്നെ ഇരിക്കും. പക്ഷെ ബർത്തിമായി കണ്ണു തുറന്നിട്ട് പൊതപ്പിട്ട് ഓടിയെന്നാ തിരുവെഴുത്ത് പറയുന്നത്. വെളിപ്പാടില്ലാത്തവൻ, യേശുവിനെ ഉൾക്കൊള്ളാത്തവൻ,
യേശുവിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്തവൻ ഇരിക്കുന്ന സ്ഥലത്തിരിക്കുമ്പോൾ യേശുവിന്റെ ശബ്ദത്താൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നടന്നവനെ പിന്നീട് ഇരുത്താൻ പറ്റത്തില്ല. അവൻ അതിശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയാ. യായിറോസിന്റെ വീട്ടിലെ കൊച്ചുമോളെ സൗഖ്യമാക്കാൻ വേണ്ടി, കൊച്ചുമോൾ എന്ന് പറഞ്ഞ പേരല്ല കേട്ടോ, കൊച്ചുമകൾ, സൗഖ്യമാക്കാൻ വേണ്ടി കർത്താവ് അവരുടെ വീട്ടിലോട്ട് പോകുമ്പോ ഏത് യാത്രയിലും തടസ്സം ഉണ്ടാക്കുന്ന കുറെ എണ്ണം ഉണ്ട്. യേശുവിന്റെ യാത്ര ലേറ്റ് ആക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോ വിളിച്ചവർക്ക് ടെൻഷനാണ്. നമ്മളെ സുവിശേഷത്തിനൊക്കെ വിളിച്ചാൽ ഇനി വല്ല ബ്ലോക്കോ വല്ലോ ഒക്കെ സംഭവിച്ച് ലേറ്റ് ആയാൽ നടത്തിപ്പുകാർ വിളിച്ചുകൊണ്ടിരിക്കും. കാര്യം അവർക്ക് ടെൻഷനാണ്. യായിറോസിന് ടെൻഷനാ. ഈ ബ്ലോക്കും ആളുകളും ഒക്കെ വന്നപ്പോ ടെൻഷനാ. പക്ഷെ കർത്താവിന് ഒരു ടെൻഷനും ഇല്ല. കർത്താവ് പറഞ്ഞു, ഈ ബ്ലോക്കിനകത്ത് ഒരു വിടുതൽ നടക്കാൻ പോകുകയാണ്. ആമേൻ. ഈ പുരുഷാരത്തിന്റെ ഇടയിൽ ഒരു ഭയങ്കര സൗഖ്യത്തിന്റെ ശുശ്രൂഷ നടക്കാൻ പോകുകയാണ്. നിന്റെ വീട്ടിൽ മരിച്ചവരെ ഉയർക്കുന്നതെങ്കിൽ ഈ ബ്ലോക്കിന്റെ ഇടയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചില രോഗങ്ങൾ പൊട്ടി തകരാൻ പോകുകയാ. ഞാനിനി പറയുന്ന സെന്റൻസ് ശ്രദ്ധിച്ചോണം. യായിറോസേ, നിന്റെ കുഞ്ഞിന്റെ അത്യാസന്ന നില കണ്ടിട്ടാ നീ ഓടി വന്നത്. അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് വീട്ടിലുണ്ടായ വിഷയം കണ്ടിട്ടാ നീ ഓടി വന്നത്. പക്ഷെ ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഒന്ന് തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു കുഞ്ഞ് ഈ പട്ടണത്തിലുണ്ട്. ഒന്നുകൂടി പറയാം ദേവദാസനെ. യായിറോസേ, നിന്റെ വിഷയം ഉണ്ടായത് മണിക്കൂറുകൾക്ക് മുമ്പാ. ആ വിഷയത്തിന് പരിഹാരം മണിക്കൂറുകൾക്ക് മുമ്പുണ്ടായ ആ വിഷയത്തിന് പരിഹാരത്തിന് വേണ്ടിയാ നീ എൻ്റെ അടുത്ത് വന്നതെങ്കിൽ ചില ആഴ്ചകളായിട്ട്, ചില ദിവസങ്ങളായിട്ട് എന്നെ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു എൻ്റെ വരവ് കാത്തിരിക്കുന്ന ഒരാൾ ഈ പട്ടണത്തിനകത്തുണ്ട്. അയാൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാ. ഈ പുരുഷാരെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാ. ഈ താമസം ഞാൻ ക്രിയേറ്റ് ചെയ്തതാ. നിന്റെ വീട്ടിലോട്ടുള്ള യാത്രയുടെ താമസം അത് ഈ പുരുഷാരത്തിന്റെ അല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്തതാ. വിശ്വസിച്ച ഒരാളുടെ സമയം എത്തിയിരിക്കുന്നു. കഥ പറയുന്നു, ചില താമസങ്ങൾ, നിന്റെ മുമ്പിലെ ചില തടസ്സങ്ങൾ, അത് ദൈവത്തിന്റെ സമയമാ. വീട്ടിലെ സെറ്റിയിൽ 7 പേര് തലക്കനമുള്ള മീശ ചുരുട്ടി വെച്ച നല്ല വസ്ത്രം ധരിച്ച 7 എണ്ണം ഇരുന്നാലും ശൈലക്കൊമ്പ് കൈ പിടിച്ച ശമൂവേൽ പറയും, അവൻ വരാതെ ഞാൻ പന്തിയിൽ ഇരിക്കത്തില്ലെന്ന്. ആമേൻ. അവൻ വരാതെ എനിക്ക് പന്തിയിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ദൈവം തന്നെ താമസിപ്പിക്കും. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. അത് വരുന്നിടം വരെ ദൈവം വെയിറ്റ് ചെയ്യോ. കർത്താവ് പറയുന്നു, യായിറോസേ, നിന്റെ വീട്ടിലെ അത്ഭുതത്തെക്കാളും എനിക്ക് ഇവിടെയാണ് ആവശ്യം. ഈ പട്ടണത്തിന്റെ നടുവിൽ, ഈ പുരുഷാരത്തിന്റെ നടുവിൽ എന്നെ പരസ്യമായി വിശ്വസിക്കുന്ന ഒരാളുടെ വിടുതൽ അതിന്റെ ടൈമാണ്. വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീട്ടിൽ നടക്കുന്ന ഒരു അത്ഭുതത്തെക്കാളും വലുതാ പട്ടണത്തിൽ നടക്കുന്ന ഒരു അത്ഭുതം. കർത്താവ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ശക്തമായ ശുശ്രൂഷകന്മാർ ആത്മാവിൽ സ്വീകരിച്ചു. പട്ടണങ്ങളിൽ അത്ഭുതങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശുവിൽ ദൈവശക്തി വ്യാപരിച്ചതുപോലെ വിശ്വസിക്കുന്ന അപ്പോസ്തലന്മാരുടെ മേൽ, അഭിഷിക്തന്മാരുടെ മേൽ അതിശക്തമായ ദൈവശക്തിയുടെ കൈമാറ്റങ്ങൾ പരിശുദ്ധാത്മാവിന്ന് കൈമാറുകയാ.
നിന്റെ ചില മീറ്റിംഗ് ഷെഡ്യൂളുകളുടെ താമസമുണ്ടാകും. നിന്റെ ചില ആത്മീക ശുശ്രൂഷയ്ക്കായി നീ പോകുമ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായേക്കാം. പക്ഷെ ആ തടസ്സങ്ങളുടെ അകത്ത് നീ അറിയാത്ത ചില വിടുതലുകൾ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ അതിന് ആമേൻ പറഞ്ഞു സ്വീകരിക്കുക. വീട്ടിൽ നിന്നുള്ള ആള് വന്ന് പറഞ്ഞാൽ നീ ഇപ്പോ ഉള്ള വിശ്വാസം പോകാൻ സാധ്യതയാ. ശ്രദ്ധിക്കണേ. വീട്ടിൽ നിന്ന് നിന്റെ ബാല്യക്കാരൻ, നിന്റെ കുഞ്ഞുമോൾ സൗഖ്യമായെന്ന് വന്ന് പറഞ്ഞാൽ നീ ഉള്ള വിശ്വാസം മൊത്തം പോകുന്നില്ല. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് വിശ്വാസം. ഇനി എന്നൊക്കെ പറഞ്ഞാലും പോകത്തില്ല. കാര്യം നിങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തിന്റെ വ്യത്യാസം ഭയങ്കരമാണ്. അവള് വിശ്വസിച്ചേക്കുന്നത് എന്നാന്നറിയാവോ? അവള് വിശ്വസിച്ചേക്കുന്നത് ഞാൻ തൊട്ടാ സൗഖ്യമാകുന്നല്ല, അവൾ എന്നെ തൊട്ടാ സൗഖ്യമാകുന്ന. യേശു തൊട്ട വിടുതലാകുന്നു, വിടുതലാകത്തില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ ഒരു പക്ഷെ അത് വിശ്വാസം പോകാൻ സാധ്യതയുണ്ട്. കാര്യം തൊട്ടവര് പറയുക യേശു തൊട്ടാൽ വിടുതലാകത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഉണ്ടാക്കിയ വിശ്വാസമല്ല. അവൾ നേരെ തിരിച്ചാ വിശ്വസിച്ചത്, ഞാൻ തൊട്ട് സൗഖ്യമാകും. അങ്ങനെ ഉണ്ടായ വിശ്വാസത്തെ ഒരുത്തർക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. കിട്ടുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് പുസ്തകം വായിച്ചുണ്ടാക്കിയ വിശ്വാസമല്ല, പ്രസംഗം കേട്ടപ്പോൾ ഉണ്ടായ വിശ്വാസമല്ല, അത് അവിടെ അകത്ത് ആത്മാവ് കൊടുത്ത വിശ്വാസമാണ്. എടുക്കട്ടെ. കർത്താവിന്റെ നാമം മാത്രം മഹിമപ്പെടട്ടെ. യേശു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒത്തിരി പേര് മുട്ടുന്നുണ്ട്, തൊടുന്നുണ്ട്, പിടിക്കുന്നുണ്ടെങ്കിലും യേശു ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, തൊടേണ്ട ആളെന്നെ ഇതുവരെ തൊട്ടിട്ടില്ല. സ്തോത്രം പറ. തൊടേണ്ട ആളെന്നെ തൊട്ടിട്ടില്ല. എന്റെ ദൈവമക്കളെ, ഇന്ന് വിടുതല നിങ്ങൾക്ക് ഈ ദൂതിനകത്ത്. തൊടേണ്ട ആളെന്നെ തൊട്ടിട്ടില്ല. ഒത്തിരി പേരെന്നെ തൊടുന്നുണ്ട്, ഒത്തിരി പേരെന്നെ തൊടുന്നുണ്ട്, ഒത്തിരി പേരെന്നെ തൊടുന്നുണ്ട്, പക്ഷെ തൊടേണ്ട ആളെന്നെ തൊട്ടിട്ടില്ല. സ്തോത്രം പറ. ശക്തി വിഹരിക്കാൻ വെയിറ്റ് ചെയ്യുക, ശക്തി പുറപ്പെടാൻ വെയിറ്റ് ചെയ്യുക. ശക്തി പുറപ്പെടേണ്ട ആൾ ഇതുവരെ തൊട്ടിട്ടില്ല. കർത്താവ് പറയുന്നു, അവൾ കൈവച്ചാൽ അപ്പ ശക്തി പുറപ്പെടും. അതെ 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 അതെ. ഇന്ന് രാവിലെ കർത്താവ് ചിലരോട് പറയുന്നു, നിനക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്നു, നിനക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്നു. നിന്റെ കണ്ണുനീരി കർത്താവ് വെയിറ്റ് ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥനയെ കർത്താവ് വെയിറ്റ് ചെയ്യുന്നു. കർത്താവ് വെയിറ്റ് ചെയ്യുകയാ, ശക്തി പുറപ്പെടുവിക്കാൻ കർത്താവ് വെയിറ്റ് ചെയ്യുകയാ, ശക്തിയെ അയക്കാൻ കർത്താവ് വെയിറ്റ് ചെയ്യുകയാ. സദന ധരക റബല ഹദര ഗബല ഹത്തുന ആർക്കലന്തരേദിയാലേ. പ്രൈസ്മോന്റെ ദേഹത്ത് കരണ്ടിന്റെ ശക്തി വ്യാപരിച്ചു. പ്രൈസ്മോൻ ഈ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കീബോർഡിലൂടെ എർത്ത് കയറി വന്നു. അദ്ദേഹത്തെ വിറയ്ക്കുക, അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക, കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. എനിക്കിനി ആ കരണ്ടിന്റെ പവർ വേണമെന്നുണ്ടെങ്കിൽ ഷോക്കറ്റെ തൊടണ്ട, കീബോർഡ് തൊടണ്ട, കരണ്ട് അടിച്ചയാളെ തൊട്ടാൽ മതി. അതായത് ശക്തി ആരുടെ മേൽ വ്യാപരിക്കുന്നു, ശക്തി ആരുടെ മേൽ വ്യാപരിക്കുന്നു, ഉറവിടം തപ്പി പോകണ്ട. ശക്തി ആരുടെ മേൽ വ്യാപരിക്കുന്നു, അവരെ തൊട്ടാൽ ശക്തി പുറപ്പെട്ടിരിക്കും. യേശുവിന്റെ നാമം മാത്രം ജയമെടുക്കട്ടെ. കർത്താവിന്റെ നാമം മാത്രം ജയമെടുക്കാൻ വേണ്ടി ഞാൻ ആ വാക്ക് പറയുന്നു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. വർഷങ്ങളായി ബാധക്കെതിരെ
വിശ്വാസം ചുമന്നുകൊണ്ട് നടന്നൊരു സഹോദരി. വ്യക്തിപരമായ ജീവിതത്തിൽ ബാധയോട് അവൾ പറഞ്ഞു, നീ ഒരു ദിവസം പൊട്ടും. എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാനും കർത്താവും തമ്മിൽ കണ്ടുമുട്ടുന്നൊരു ദിവസം, അതുവരെ ഉള്ളു നിനക്ക് എൻ്റെ ദേഹത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ ഉള്ളു നിനക്ക് എന്നെ ദണ്ഡിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഞാനും കർത്താവും തമ്മിൽ എപ്പ കണ്ടുമുട്ടുന്നോ അപ്പൊ ഞാൻ അവനെ തൊടും, അവന് നിന്ന് ശക്തി വ്യാപരിക്കൂ, നീ എന്റെ ദേഹം വിട്ട് പുറത്തു പോകും. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ ചില കാര്യങ്ങളില്ലേ, വിശ്വസിച്ച് കണ്ണാടിയുടെ ഫ്രണ്ടിൽ വീടിന്റെ അകത്തൂടി പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങളില്ലേ, ആശ്ചര്യമായി നടക്കാൻ പോവാ. ദൈവത്തിന്റെ റൈറ്റ് ടൈം. ഇനി ഉയർക്കത്തില്ല കേട്ടോ. മറിയ മാർത്തയെ ചുമ്മാ കണ്ണൊക്കെ നനച്ച് തിരുവി കണ്ണ് ചുമപ്പിക്കണ്ട. ഇനി ഒരു അത്ഭുതം നടക്കത്തില്ല. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു, യേശുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ, വന്ന നല്ല സദ്യ ഉണ്ടാക്കി കൊടുത്തോ, അല്ലാതെ നിങ്ങളുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കാനൊന്നും പോകത്തില്ല. കർത്താവ് ചെന്നിട്ട് പറഞ്ഞു, ലാസറേ പുറത്തു വാ. ദൈവത്തിന്റെ സമയം അത് അത്ഭുതങ്ങളുടെ സമയമാണ്. ബ്രദറെ, അത് അവസാനിച്ചെന്നല്ല നീ പറഞ്ഞേ. സിസ്റ്ററെ, ഇനി അത് പ്രതീക്ഷയില്ലെന്നല്ല നീ പറഞ്ഞേ. കർത്താവ് പറയില്ല, ദൈവത്തിന്റെ സമയം തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് രാവിലെ ഈ 7 മണി കഴിഞ്ഞ സമയം ഈ മീറ്റിംഗ് സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുക, നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സമയത്തിനകത്തിരുന്ന. ദൈവത്തിന്റെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു സെന്റൻസ് കൂടെ പറഞ്ഞാൽ നിർത്താം. ഈ മോറിയ മലയിലോട്ട് കേറിപ്പോകുന്ന സമയത്ത് അതുവരെ മിണ്ടാതിരുന്ന 17കാരൻ ഇസഹാക്ക് ചോദിക്കുക, അപ്പ വിറകുകൊണ്ട് കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെയാണ്? അബ്രഹാം തലകുനിച്ച് തലയെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല ചെയ്തേ. അബ്രഹാം എന്നാ പറഞ്ഞെന്നറിയാവോ? യാഗമൃഗം നീയാന്നാ പറയേണ്ടത്. പക്ഷെ അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളൂ. അബ്രഹാം, നീ എന്തുറപ്പിലാ അത് പറയുന്നത്? ദൈവം കരുതുമെന്ന് ഈ 17കാരനോട് എന്തോ ഉറപ്പിലാ നീ പറയുന്നത്? ഞാൻ ഇന്നും ഇന്നലെ അല്ല ഈ ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയത്. ദൈവത്തിന്റെ സമയം എനിക്ക് നന്നായിട്ട് അറിയാം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമോ? ഇത്രയും വർഷം ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ചവരാ. എന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, എന്നെ ഇങ്ങോട്ട് സ്നേഹിതാന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് എന്റെ സ്നേഹിതനായ ദൈവത്തിന്റെ സമയം എനിക്കറിയാം. ഈ യാഗത്തിനൊരു വ്യവസ്ഥയുണ്ട്. ഹോമയാഗത്തിന് അത് 1 കൊന്നു തരണം, 2 ചുട്ടു തരണം, 3 ചാരം തരണം. കൊന്നു തരണം, ചുട്ടു തരണം, ചാരം തരണം. അബ്രഹാം പറയുക, ചാരത്തെ നോക്കിയിട്ട് അവൻ പറയുക, ഇതിനകത്തീന്ന് തലമുറ എഴുന്നേറ്റ് വരും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സമയമാണെങ്കിൽ ചാരം പോലും തലമുറകളെ നൽകിക്കൊണ്ടിരിക്കും. കൈ ആമേൻ പറയുന്നേ. മോനെ ഇസഹാക്കേ, യഹോവ കരുതിക്കൊള്ളും. യഹോവ കരുതിക്കൊള്ളും. വീട്ടിൽ കുടുംബമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന നിന്റെ ഭാര്യയോടും ഭർത്താവിനോടും കുഞ്ഞുങ്ങളോട് പറ, യഹോവ കരുതിക്കൊള്ളും. യഹോവ കരുതിക്കൊള്ളും. എപ്പോഴാ അബ്രഹാം, എപ്പോഴാ നടക്കുന്നത്? പാസ്റ്ററെ, എപ്പോഴാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ലാസ്റ്റ് ടൈം അത് ദൈവത്തിന് മാത്രമേ അറിയാവുന്നുള്ളൂ. ആ ടൈം ഒരു അത്ഭുതങ്ങളുടെ ടൈമാണ്. ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ മോറിയ കയറിക്കൊണ്ടിരിക്കുക. ആമേ. ചിലരുടെ മോറിയയുടെ ലാസ്റ്റ് മിനിറ്റിലോട്ട് വരിക. കരഞ്ഞും നിലവിളിച്ചും സങ്കടപ്പെട്ടു ചവിട്ടി കേറി ദൈവം പ്രവർത്തിക്കുമോ എന്നൊക്കെ ചോദിച്ച് കേറിയ മോറിയയുടെ അവസാനത്തെ മിനിറ്റിലേക്ക് നീ വരുന്നത്. അപ്പന്റെ ശബ്ദവും മോന്റെ ശബ്ദവുമുള്ള മോറിയയിൽ ഇതാ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങാൻ പോകുകയാ.
യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. അപ്പം പറഞ്ഞ് യഹോവ കരുതോ. മോൻ ചോദിക്കുന്നു, ദൈവം ഈ യാഗമൃഗം എവിടെ, യാഗമൃഗം എവിടെയെന്ന് മോൻ ചോദിക്കുന്നു. അപ്പം പറയുന്നു, യഹോവ കരുതോ. ഇത് രണ്ട് ശബ്ദങ്ങൾ അവിടെ ഇങ്ങനെ ദിഗന്ധങ്ങളെ ഭേദിച്ച് നിൽക്കുമ്പോൾ അതിന്റെ നടുവിലോട്ട് ഒരു ശബ്ദം, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്, ഇതാ യാഗത്തിനുള്ള മൃഗം. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഭയങ്കര ഒരു ദൈവപ്രവൃത്തിയുടെ സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ പിക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസത്തെ തേങ്ങലുമായിട്ടല്ലേ നീ ഞായറാഴ്ച വചനം കേൾക്കാൻ വന്നത്? കർത്താവ് നിന്റെ തോളെ തൊടുന്നു. കർത്താവ് നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നു. This is your time. This is the time for miracles. ഇത് സൗഖ്യത്തിന്റെ സമയം. ഇത് സൗഖ്യത്തിന്റെ സമയമാണ്. കർത്താവിനോട് പറയുന്നു, ശക്തമായ സൗഖ്യങ്ങൾ ചിലരുടെ ശരീരത്തിൽ നടക്കുന്നു. എന്നോട് കർത്താവ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങൾ ആ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വലതുകരം എടുത്ത് നിങ്ങളുടെ ശരീരത്തിലെ രോഗഭാഗങ്ങളിൽ കൈവച്ചാട്ടെ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുക. ബിക്കോസ് this is the time for healings, the master healings. നിങ്ങളുടെ വീടിനകത്തൊരു സൗഖ്യത്തിന്റെ കരം മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ പാരമ്പര്യ രോഗങ്ങളെ പൊട്ടിക്കുന്ന സൗഖ്യത്തിന്റെ കരം വ്യാപരിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് നിൽക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ വീടിനകത്തൊരു സാമ്പത്തിക വിടുതൽ സർവശക്തനായിരിക്കുന്ന ദൈവം കൈമാറുന്ന സമയമാണ്. അടഞ്ഞ വഴികളുടെ മുമ്പിൽ കണ്ണു നനഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങളെ, ഇത് വഴി തുറക്കുന്ന സമയമാണ്. ഫയൽ ചെയ്ത ആപ്ലിക്കേഷന്റെ അകത്ത് യാതൊരു ചലനവും റിസൾട്ടുമില്ലാതെ നിർജീവത്വം സംഭവിച്ചു കിടക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ദൈവം ചലനമുണ്ടാക്കാൻ പോവുക. Because this is the time for miracles. This is the time for healings. Oh Jesus, വിശ്വസിക്കുന്നവർ നന്നായി എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ
കർത്താവിനായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങളുടെ അകത്തേക്ക് അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ബർത്തിയുമായി ദൈവത്തിന്റെ സമയത്തിലേക്ക് കയറിയതുപോലെ 12 വർഷത്തെ രക്തസ്രാവ സ്ത്രീ ദൈവത്തിന്റെ സമയത്തിലേക്ക് പ്രവേശിച്ച് തൽക്ഷണം വിടുതൽ അനുഭവിച്ചതുപോലെ, ലാസറിന്റെ കല്ലറയിൽ ദൈവത്തിന്റെ തക്ക സമയം വെളിപ്പെട്ടതുപോലെ, മോറിയ മലയുടെ മുകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ തക്ക സമയം വെളിപ്പെട്ടതുപോലെ, ഇപ്പോൾ യേശുവേ വിശ്വസിക്കുന്ന എൻ്റെ ആത്മിക സുഹൃത്തുക്കളുടെ കുടുംബത്തിനകത്ത് ഇപ്പോൾ ഒരു അത്ഭുതം മൂവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം കൊണ്ട് നിന്റെ ജനം നിറയട്ടെ. നിന്റെ Thanks for watching. A like would be appreciated. And don't forget to subscribe.